ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് പഫിംഗ് ബില്ലി ട്രെയിനിൽ കയറാനാണ്. മമ്മി എക്സൈറ്റഡ് ആണോ? അതെ. അപ്പോൾ നമുക്ക് കാലൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടൊക്കെ പോകാമെന്നാണ് കണ്ടത്. അറിയില്ല, അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ അറിയുള്ളൂ എന്താ സംഭവം എന്ന്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നിങ്ങൾക്കും കാണിച്ചു തരാം. നല്ല വെയിലുണ്ട്, കണ്ണും വരേക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാം നിങ്ങൾക്കും കാണിച്ചു തരാം. ഞങ്ങൾ ബസ് കയറിയിട്ടാണ് പഫിംഗ് ബില്ലി ട്രെയിൻ കാറിൻ്റെ ആ സ്റ്റേഷനിലോട്ട് എത്തിയത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. ഞങ്ങൾ അവിടെ എത്തിയത് കുറച്ച് ഏർലി ആയിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇത് ക്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ മുമ്പ് പോകേണ്ട ആൾക്കാർക്കുള്ള ക്യൂ ആണ്. സോ നിങ്ങൾ ആ വിസിറ്റേഴ്സ് സെൻറ്ററിലൊക്കെ പോയിട്ട് ഒന്ന് കണ്ടിട്ടൊക്കെ വാ, അപ്പോഴേക്കുമാണ് നിങ്ങളുടെ ഓപ്പൺ ആവുള്ളൂ എന്ന്. അപ്പം ഞങ്ങൾ അവിടെ കയറി എന്തെങ്കിലും ഒരു സോവനിയർ നോക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ തപ്പി പിടിച്ച് നടന്നു. അപ്പോൾ ആ കണ്ട ട്രെയിനില്ല, അതാ ഞങ്ങൾ സോവനിയറായിട്ട് എടുത്തത്. പിന്നെ മമ്മി ഇങ്ങനെ ഈ ബുക്ക് ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് ഈ സ്ഥലം ഏതൊക്കെ സ്ഥലത്ത് നമ്മൾ പോയി, ഏതൊക്കെ സ്ഥലത്ത് ഇനി പോകാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓൺലൈനിൽ ഇതിൽ നേരത്തെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ജസ്റ്റ് ആ ടിക്കറ്റ് അവിടെ കാണിച്ചു കൊടുത്തിട്ട് അവരൊരു എന്താ പറയുക, ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ടിക്കറ്റ് തരുന്നേ ഉള്ളൂ വ്യത്യാസം. മമ്മി എങ്ങനെയുണ്ട് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും ഈ സ്ഥലങ്ങളൊക്കെ? നല്ലതാണ്. ഈ ഓഫീസിൽ നിന്ന് നമുക്ക് വന്നപ്പോൾ തന്നെ ടിക്കറ്റൊക്കെ കളക്ട് ചെയ്യാം. നമ്മൾ ബുക്ക് ചെയ്ത് പിന്നെ നമ്മൾ ഏർലി ആയിരുന്നു ഒത്തിരി, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ടിക്കറ്റൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴേക്കും ട്രെയിനൊക്കെ വന്നു. ട്രെയിൻ വരുമ്പോഴേ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. വരുമ്പോൾ എല്ലാവരും ട്രെയിനിലുള്ളവർ നമുക്ക് ഹായ് തരുന്നു, നമ്മൾ തിരിച്ചവർക്ക് ഹായ് കൊടുക്കുന്നു. ഞങ്ങൾ പഫിംഗ് ബില്ലി ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി ദേ ഇപ്പോൾ ഇവിടെ ഇരിക്കുക. ഇനി കുറച്ച് നേരത്തിനുള്ളിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ കാലൊക്കെ ഇങ്ങനെ പുറത്തിട്ടിരിക്കുക കാണിച്ച. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, ഇങ്ങനെ കാലൊക്കെ പുറത്തിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കി, ഇപ്പോൾ ഞങ്ങളുടെ ലോക്കോ പൈലറ്റ് ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഹായൊക്കെ തന്നു കേട്ടോ. ഏകദേശം 1.5 hours ഒരു സൈഡിലോട്ടുള്ള ട്രാവൽ. പക്ഷേ ഇടയ്ക്ക് ചില ഒരു സ്റ്റേഷനിലൊക്കെ നിർത്തിയിട്ട് അവരെന്തോ എൻജിൻ്റെ ഇതൊക്കെ നോക്കും. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി നേരം എടുക്കും ഈ കംപ്ലീറ്റ് ട്രാവലിന്. പിന്നെ നമ്മളോട് ഫസ്റ്റ് പറയുന്നുണ്ട്, ലൈക്ക് കുഞ്ഞു പിള്ളേരിനെ നമ്മളിവിടെ ഇരുത്താൻ പാടില്ല, പിന്നെ അവരെ ടേക്ക് കെയർ ചെയ്യണം എന്നൊക്കെ. പിന്നെ നമ്മളെങ്ങനെ ഇരിക്കേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസും ആദ്യം തന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ സ്റ്റോപ്പിലെത്തിയായിരുന്നു. ഞങ്ങളിപ്പോൾ മെൻസിസ് ക്രീക്ക് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ട് നോക്കുക. എങ്ങനെയുണ്ട് ഇതുവരെ മമ്മി? അടിപൊളി, സൂപ്പർ. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് രസമാണെന്ന് അറിയും. എല്ലാവരും ഒരു വട്ടെങ്കിലും ഇതിൽ പോകണം, ബോറടിക്കുകയില്ല. അതും കാലിട്ടിട്ട് പുറത്തേക്ക് ഇട്ടിട്ട് പോകണം കേട്ടോ. കുറേ അപ്പുറത്തെ ആൾക്കാർ കാല് ചിലരൊന്നും പുറത്തേക്ക് ഇടാണ്ടും പോണവരുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള പോലെ പോകാം. ഞങ്ങൾ കാല് പുറത്തിട്ടിട്ടാണ് പോകണം. പക്ഷെ അടിപൊളി ആണെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കാം, എങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം. മോസ്റ്റ്ലി എല്ലാവരും കാല് പുറത്തിട്ട് ഇരിക്കണം. കുറച്ച് പേര് മാത്രം ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. എന്തായാലും അടിപൊളി. പിന്നെ നമുക്ക് തന്ന ഇൻസ്ട്രക്ഷൻസിൽ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഗ്ലാസ്സസും അതുപോലെ തന്നെ ഹാറ്റും ഒക്കെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർന്ന്. അപ്പോൾ മമ്മിയും ഞാനും ഗ്ലാസും ഹാറ്റ്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മമ്മി ഗ്ലാസ്സൊക്കെ വെച്ചു. ഞാനിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഗ്ലാസ്സൊന്നും വെക്കാണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് പൊടി ഇതൊക്കെ മേത്തോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഈ കാഴ്ച അത് നല്ല അടിപൊളി ആയതുകൊണ്ട് അത് കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവുമായിരുന്നു. ഇതൊക്കെ കണ്ട് അങ്ങോട്ട് പോയപ്പോൾ ടൈം പോയത് അറിഞ്ഞേ ഇല്ല കേട്ടോ. ആ എൻജോയ്മെൻറ്റിൽ പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റേഷനെത്തി. ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ്റെ പേര് ലേക്ക് സൈഡ് സ്റ്റേഷൻ എന്നായിരുന്നു. പിന്നെ ഞങ്ങളുടെ ലോക്കോ പൈലറ്റിൻ്റെ കൂടെ ഫോട്ടോസും എടുത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ ഒരു വിസിറ്റേഴ്സ് സെൻറ്റർ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കുറേ സോനിയാസും സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ മുമ്പേ വാങ്ങിച്ചുകൊണ്ട് ജസ്റ്റ് അവിടെ കറങ്ങി നടന്ന് എന്തൊക്കെയുണ്ട് എന്നൊക്കെ കണ്ടിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാനും പിന്നെ അവിടെ സ്ഥലങ്ങൾ കാണാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇതുവരെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, ഇഷ്ടപ്പെട്ട?
ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. കാലൊക്കെ പുറത്തേക്ക് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കല്ലേ. എനിക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞങ്ങളിപ്പോൾ ഒരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്, ചിക്കൻ ബർഗർ. എന്നിട്ട് ഇപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുക, കുറച്ച് നേരം എടുക്കുന്നു തോന്നുന്നു. ഇനി ഇവിടെ നിന്ന് 3:20 അടുത്ത ട്രെയിൻ തിരിച്ചുള്ളത്. ഞങ്ങൾ ഇങ്ങോട്ടും തിരിച്ചു പോകാനുള്ള റിട്ടേണും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ ഈ വേഗം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഉള്ളൂ ഈ ലേക്ക് സൈഡ് വെറുതെ ഒക്കെ കറങ്ങിയിട്ട് പോവാം അല്ലേ. ഒരു 2 hours ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഫുഡും കഴിക്കണം, അറ്റ് ദി സെയിം ടൈം അവിടെയൊക്കെ കറങ്ങി കാണണം. അവരാദ്യം ടൈം എടുക്കുന്നു പറഞ്ഞാലും വേഗം തന്നെ ഫുഡൊക്കെ കൊണ്ടുവന്ന് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാനുള്ള ഒരു തിരക്കിലായിരുന്നു. ഫുഡൊക്കെ വേഗം എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി. ഞങ്ങൾ ഈ ട്രാക്കിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുക. ഇനി അവിടെ ഒരു ലേക്ക് ഉണ്ട്, ഇത് ലേക്ക് സൈഡ് എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. അപ്പോൾ നമ്മൾ ആ ലേക്കിൻ്റെ അവിടെയും പോവാം, നോക്കുക. എങ്ങനെയുണ്ട് മമ്മി സ്ഥലം? നല്ല രസമുണ്ട് അല്ലേ? ഇങ്ങനെ ട്രെയിൻ പോണ വഴിയാണെങ്കിലും അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവിടെ പൂളൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവിടെ കുറേ പേര് കളിക്കുന്നുണ്ട്. അറിയുന്നുണ്ടായിരുന്നെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരായിരുന്നല്ലേ മമ്മി? അങ്ങനെയാണെങ്കിൽ പൂളിറങ്ങായിരുന്നല്ലേ? ചളിക്ക് ഒരു കുറവില്ല ഇവിടെ ചോദിച്ചാലോ അല്ലേ? ആ ഡക്കിന് എന്ത് ശബ്ദം മമ്മി? ഹോണ്, നമ്മുടെ ഹോൺ അടിക്കുന്ന സൗണ്ട്. നല്ല രസമുണ്ട് അല്ലേ? ഇവിടൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ട്. റോയൽ ബൊട്ടാനിക് ഗാർഡൻ പോലെയാണ് ഈ ഏരിയ മൊത്തം. കൊറേ, പക്ഷെ അവിടെ കണ്ടതിനേക്കാളും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കുറെ കിളികളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നല്ല രസമുണ്ട്. മീൻസ് ലൈക്ക് ഇവിടെയും നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. ഫുൾ മറ്റേ ക്രിക്കറ്റിന്റെ ശബ്ദം അല്ലേ? ഒരു കുളമൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് നല്ലതല്ലേ? നല്ല തണലും എല്ലാം. അവിടെ എന്താന്ന് പോയി നോക്കിയാലോ? കാണിച്ചുതരാം. കണ്ടോ, ഗിഫ്റ്റ് ഷോപ്പ് നൗ ഓപ്പൺ. ഇത് നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. ഓരോന്നിന്റെ റേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് $120. പിക്ചറൊക്കെ കൊള്ളാം. പിക്ചർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സ്കൈ ഡെക്കിന്റെ മുകളിൽ നിന്നുള്ള പിക്ചർ പോലെ ഉണ്ട്. ആ റെയിൻബോയും ഇവിടെ നമുക്ക് വരയ്ക്കാം. ഇവിടെ ഇരുന്നിട്ട് കളർ ചെയ്യാൻ പറ്റും. എന്ത് പടാണാവോ വരയ്ക്കുന്നത്? എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. ഒരു 3D ഇഫക്റ്റ് ഉണ്ട്. റിട്ടേൺ ഇവിടെ കറങ്ങി കറങ്ങി ലേറ്റായി. റിട്ടേൺ ട്രെയിനിന് പോയിക്കൊണ്ടിരിക്കുക. ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിൻ കിട്ടുമോ മമ്മി? നമുക്ക് നടക്കാൻ വീട്ടിലേക്ക്. നടക്കാം, കുറച്ച് ദൂരം ഉള്ളല്ലോ. അങ്ങോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ബോഗിയിലായിരുന്നെങ്കിലും തിരിച്ചു പോകുമ്പോൾ എഞ്ചിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ബോഗിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രസത്തിൽ ആ തിരിഞ്ഞു വരുമ്പോഴുള്ള ആ ഒരു വ്യൂ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഈ തിരിച്ചു പോകുന്ന ആ ഒരു എല്ലാവരും കാല് പുറത്തിട്ട് ഇരിക്കുന്ന ആ ഒരു വ്യൂ കാണാൻ. തിരിച്ചു വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത്തിരി ടയേർഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഇത്തിരി ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റല്ലേ അടിക്കുന്നത്. എന്നാലും ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോയി. പിന്നെയാണെങ്കിൽ ബാക്കൊക്കെ നല്ല വേനെടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട്. പിന്നെ എല്ലാവരും ഇങ്ങനെ ഹായ് തരുമായിരുന്നു കേട്ടോ. ഇങ്ങനെ അവിടെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ഹായ് കൊടുത്ത് പോകാം. എന്താണെന്നറിയില്ല, ഈ വണ്ടി കാണുമ്പോഴേ എല്ലാവരും വെറുതെ ഇങ്ങനെ ഹായ് തന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മളും തിരിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് ആദ്യം അങ്ങോട്ട് പോയ ജേണി ആയിരുന്നു കേട്ടോ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കാരണം അപ്പോൾ അത് നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ എല്ലാം ന്യൂ ആണല്ലോ നമുക്ക്. എന്തായാലും ഈ കാല് പുറത്തിട്ടുകൊണ്ട് ട്രാവൽ ചെയ്യുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇത് ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ അപ്പോഴേക്കും ഞങ്ങളുടെ സ്റ്റേഷൻ എത്തിയായിരുന്നു. ഏറ്റവും ആദ്യം ഞങ്ങൾ കയറിയ ആ സ്റ്റേഷനിൽ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ നമ്മുടെ അതെ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ പഫിംഗ് ബില്ലി
റെയിൽവേ യാത്ര ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിത് തിരിച്ച് വീട്ടിലോട്ടും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ എക്സ്പീരിയൻസ്. കാലിൽ പുറത്തോട്ടൊക്കെ ഇട്ടിട്ട്. നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു, ഊട്ടിയോ കൊടൈക്കനാലോ അവിടെ എന്തൊക്കെയോ ഉണ്ട് ഈ സ്റ്റീം എഞ്ചിൻ വണ്ടി. പക്ഷേ ഇത്തിരി ആ ഒരു പുകയും പൊടിയൊക്കെ ഇത്തിരി അടിച്ചു വിട്ടായില്ലേ ചില ഭാഗത്ത് വെച്ചിട്ട് മാത്രം. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഗ്ലാസ്സോ അല്ലെങ്കിൽ ഹാറ്റൊക്കെ വെക്കണത് കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്നാലും അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മമ്മിക്ക് എന്താ മമ്മിയുടെ എക്സ്പീരിയൻസിനെ പറ്റി പറയാനുള്ളത്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാലൊക്കെ ട്രെയിനിൽ പുറത്തിട്ടിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് സുഖമായിട്ട് വരാൻ പറ്റി. അതന്നെ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.